Dear students, 5th chapter ആയ സർഫസ് കെമിസ്ട്രി ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ഒക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു കെമിസ്ട്രി ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് സർഫസിൽ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ നടക്കുന്ന ഫിനോമിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് phenomena that occur at the surfaces or interfaces. ഇനി എന്താണ് ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്? രണ്ട് ബൾക്ക് ഫേസ്. ഫോർ എക്സാമ്പിൾ സോളിഡ് ഗ്യാസ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ സർഫസ് നമ്മൾ റെപ്രസെൻറ്റഡ് ബൈ എ ഹൈഫൺ ഓർ എ സ്ലാഷ്. ഇപ്പോൾ സോളിഡ് ഗ്യാസ് ഇൻ്റർഫേസ് ആണെങ്കിൽ സോളിഡ് ഹൈഫൺ ഗ്യാസ് എന്നോ അല്ലെങ്കിൽ സോളിഡ് സ്ലാഷ് ഗ്യാസ് എന്ന് പറയും. ഡ്യൂ ടു കംപ്ലീറ്റ് മിസിബിലിറ്റി, അതായത് ഗ്യാസസ് കംപ്ലീറ്റ് മിസിബിൾ ആയതുകൊണ്ട് അവർക്കിടയിൽ ഇൻ്റർഫേസ് ഇല്ല. അപ്പോൾ സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ഫിനോമിന ദാറ്റ് ഒക്വർ അറ്റ് ദ സർഫസസ് ഓർ ഇൻ്റർഫേസസ്. നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന കൊറോഷൻ, പിന്നെ ഇലക്ട്രോഡ് പ്രോസസ്, ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ, കറ്റാലിസിസ്, ഇതെല്ലാം ഇൻ്റർഫേസസിലാണ് നടക്കുന്നത്. ഇതെല്ലാം സർഫസ് ഫിനോമിനൻ. നമ്മൾ കൊറോഷൻ പഠിച്ചു കഴിഞ്ഞതാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. അവിടെ നമ്മൾ സർഫസിൽ അല്ലേ ആണ് കൊറോഷൻ നടക്കുന്നത്. അപ്പോൾ കൊറോഷൻ, കറ്റാലിസിസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്, ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഇതെല്ലാം ആ ഇൻ്റർഫേസസിൽ അല്ലെങ്കിൽ സർഫസിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 ആണ് പഠിക്കാനുള്ളത്. അഡ്സോർപ്ഷൻ, കറ്റാലിസിസ്, കൊളോയിഡ്സ്. അപ്പോൾ സർഫസ് കെമിസ്ട്രിയിലെ 3 ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അഡ്സോർപ്ഷൻ, കറ്റാലിസിസ് ആൻഡ് കൊളോയിഡ്സ്. ഇതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അഡ്സോർപ്ഷനാണ്. അഡ്സോർപ്ഷൻ നമ്മളെപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, കുഞ്ഞിലെ മുതലേ കേൾക്കുന്നതാണ് അബ്സോർപ്ഷൻ, AB. ഇതല്ല, അഡ്സോർപ്ഷനാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ പണ്ടത്തെ മഷിപ്പേന ഉണ്ടല്ലോ, ഇങ്ക് നിറച്ചിട്ട് മഷി ഒഴിച്ച് നമ്മൾ എഴുതുന്ന പേന, അതിൻ്റെ മഷിയൊക്കെ നമ്മളിങ്ങനെ ഡെസ്കിൽ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മഷിപ്പേനയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡെസ്കിലൊക്കെ നിറയ്ക്കുമ്പോൾ വീഴുമ്പോൾ അതിൻ്റെ പുറത്ത് ചോക്ക് കൊണ്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ ആ മഷി ആ ചോക്കിൽ പറ്റിപ്പിടിക്കും. ഇപ്പോൾ നീല മഷിയാണെങ്കിൽ ആ നീല കളർ ഈ ചോക്കിൽ പറ്റിപ്പിടിക്കും. നമ്മൾ ചോക്ക് ഒടിച്ചു നോക്കുമ്പോൾ ചോക്കിന് ഉൾവശം വെള്ള തന്നെയായിരിക്കും. ആ നീല കളർ സർഫസിൽ മാത്രമേ പറ്റുന്നുള്ളൂ. അതായത് ആ കളർ, ആ പാർട്ടിക്കിൾസ് സർഫസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അക്യൂമുലേറ്റ് ചെയ്ത്, റാദർ ദാൻ ഇൻ ദ ബൾക്ക്. അതിൻ്റെ ഉള്ളിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്തത് എവിടെയാണ്? സർഫസിൽ. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എന്തുവാണ്? അഡ്സോർപ്ഷൻ. സോ ദ അക്യൂമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് at the surface rather than in the bulk of a solid or liquid is termed adsorption. So adsorption, the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചോക്കും മഷിയും പറഞ്ഞ സമയത്ത് അഡ്സോർപ്ഷൻ നടന്നു അല്ലേ? നീല കളർ മഷി ചോക്കിൻ്റെ പുറത്ത് അഡ്സോർപ്ഷൻ നടന്നു. അപ്പോൾ അഡ്സോർപ്ഷൻ AD ആണ്. അഡ്സോർപ്ഷൻ നമ്മൾ പറയുന്നത് ദ അക്യൂമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫസ് റാദർ ദാൻ ഇൻ ദ ബൾക്ക് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ് ഈസ് ടേംഡ് ആസ് അഡ്സോർപ്ഷൻ. അപ്പോൾ നമ്മൾ ചോക്കും മഷിയും നോക്കുക, ഈ മഷി ചോക്കിൽ പറ്റിപ്പിടിച്ചു. ചോക്കിൻ്റെ ബൾക്കിൽ പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ ചോക്കിൻ്റെ സർഫസിലാണ്. അപ്പോൾ ഇവിടെ 2 കമ്പോണൻ്റ് ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് നമ്മളെ ചോക്കും, ഒന്ന് നമ്മുടെ മഷിയും. The substance which is concentrated
on the surface is termed adsorbate, and the surface on which the adsorption takes place is called adsorbent. അപ്പം നമ്മൾ സാധാരണ സൊല്യൂഷൻ പറയുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും പറയുന്നത് പോലെ in an adsorption the molecular species or substance which concentrate or accumulate at the surface is termed adsorbate, and the material on the surface of which the adsorption takes place is called adsorbent. അപ്പം നമ്മുടെ ആ എക്സാമ്പിളിൽ മഷിയാണ് അഡ്സോർബേറ്റ്. ആരാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് അഡ്സോർബേറ്റും, ആരുടെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അവർ അഡ്സോർബൻറ്റും. സോ ഹിയർ in our example chalk is adsorbent and ink is adsorbate. Clear? So adsorption, the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. The molecular species or substance which concentrate or accumulate at the surface is termed adsorbate, and the material on which the adsorption takes place is called adsorbent. ഈ നിങ്ങൾ ടെക്സ്റ്റിൽ ഈ അഡ്സോർപ്ഷൻ സർഫസ് ഫിനോമിനാണെന്ന് നമുക്കറിയാം. അപ്പം അഡ്സോർബെൻറ്റുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ് ഇൻ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റ് ദാറ്റ് ആർ ആക്ട് ആസ് ഗുഡ് അഡ്സോർബെൻറ്റ്. എന്താണ് ഈ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. നമുക്കറിയാം സർഫസിലാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്തോറും അഡ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ ചാർക്കോള്, സോ എക്സാമ്പിൾ ഫോർ അഡ്സോർബെൻ്റ് ആർ ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ് ഇൻ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റ്. Metals in finely divided state, etc. act as good adsorbent. Then examples. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് അഡ്സോർപ്ഷൻ. ദാറ്റ് മീൻസ് ദ സബ്സ്റ്റൻസ് ഓർ molecules are concentrate or accumulates more on the surface rather than in the bulk of a solid or liquid is termed as adsorption. പിന്നെ അതിനകത്ത് വരുന്ന രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്? കമ്പോണൻസ് അല്ല, രണ്ട് ടേമാണ്. ഒന്ന് അഡ്സോർബേറ്റ്, ദ സബ്സ്റ്റൻസ് which are adsorbed at the surface, and the surface on which adsorption takes place is called adsorbent. അത് നിങ്ങൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ പറയുന്നത് ഒന്ന്, ഇൻ എ സൊല്യൂഷൻ ഓഫ് ഓർഗാനിക് ഡൈസ് എ മെത്തിലീൻ ബ്ലൂ പോലെയുള്ള ഡൈ, അതിനകത്തോട്ട് നമ്മൾ അനിമൽ ചാർക്കോൾ ആഡ് ചെയ്താൽ സൊല്യൂഷൻ ക്ലിയർ, എന്നിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് കാണാം. അതായത് ആ ഫിൽട്രേറ്റ് ടേൺസ് കളർലെസ് എന്ന് പറഞ്ഞാൽ ആ ചാർക്കോള് ആ ഡൈ, മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന ഡൈയുടെ മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യുന്നു. സോൾവെൻ്റ് അവിടെ കിടക്കും, അതുകൊണ്ടാണ് അത് ഫിൽറ്റേഴ്സ് കളർലെസ് ആകുന്നത്. അതുപോലെ റാ ഷുഗർ, പഞ്ചസാര, അതിനെ ദാറ്റ് ഈസ് പാസ്ഡ് ഓവർ ബെഡ് ഓഫ് അനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത് എല്ലുകരിയാണ്. ദാറ്റ് ബിക്കംസ് കളർലെസ്. അതായത് കളറിങ് മെറ്റീരിയലിനെ മാത്രം അഡ്സോർബ് ചെയ്യുന്നു? ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നു. ഇനി സിലിക്ക ജെല്ല്, അതായത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, എയർ ബിക്കംസ് ഡ്രൈ, അതായത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നു. ആരാണ്? സിലിക്ക ജെല്ല്. ഇപ്പോൾ നമ്മൾ ടി വി, ഫ്രിഡ്ജ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊക്കെ വാങ്ങുമ്പോൾ അതിനകത്തൊരു കുഞ്ഞു പാക്കറ്റ് കാണും, സിലിക്ക ജെല്ല് ഇട്ടിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു പാക്കറ്റിലൊരു വൈറ്റ് ക്രിസ്റ്റൽസ്. അപ്പോൾ അത് സിലിക്ക ജെല്ലാണ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ ആയിരിക്കും അതിനകം. അതുപോലെ നമ്മൾ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ, അമോണിയ, that is taken in a closed vessel containing some powdered charcoal. അപ്പോൾ ഇത്രയും ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് ഹൈ പ്രഷർ ആയിരിക്കും.
അത് നമുക്ക് അനിമൽ ചാർക്കോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പ്രഷർ കുറയുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് പ്രഷർ കുറയുന്നത്? ഈ അനിമൽ ചാർക്കോൾ ഗ്യാസ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് അറ്റ് ദ സർഫസ് ഓഫ് ദി ചാർക്കോൾ. അപ്പോൾ അതിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കോമൺ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ. ഇതെന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് കാർബൺ ആണ്. ഡിഫറെൻ്റ്, അതായത് കോക്കനട്ട് ചാർക്കോളുണ്ട്, അനിമൽ ചാർക്കോളുണ്ട്. ചാർക്കോൾ ഒരു കൂട്ട് അഡ്സോർബൻ്റ് ആണ്. ഇനി നമ്മളെപ്പോഴും കേൾക്കുന്ന അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോക്കെടുത്ത് അല്ലേ മഷിയിലിടുമ്പോൾ എന്താ പറ്റുന്നത്? ആ ചോക്കിൻ്റെ പുറത്ത് അത് പറ്റിപ്പിടിക്കുന്നു, നമ്മുടെ കളറിങ് മെറ്റീരിയൽ പറ്റിപ്പിടിക്കുന്നു. അതേസമയം നമ്മൾ ഈ ചോക്കെടുത്ത് വെള്ളത്തിലിട്ടാലോ വെറും പ്യുവർ വാട്ടറിനകത്ത് ഇട്ടാലോ ആ വെള്ളം ചോക്കിൻ്റെ സർഫസിലും ഉള്ളിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. അതായത് in adsorption, the substance is concentrated only at the surface and does not penetrate through the surface to the bulk of the adsorbent. Adsorption, substance is concentrated only at the surface. Surface മാത്രം concentrate ചെയ്യുന്നു and does not penetrate through the surface to the bulk of the adsorbent. While in absorption, the substance is uniformly distributed throughout the bulk of the solid. ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ത്രൂ ഔട്ട് ദി ബൾക്ക് ഓഫ് ദ സോളിഡ്. ഇപ്പോൾ നമ്മൾ സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലിടുന്നു, ഇത് വെള്ളം അതിൽ ഫുൾ എന്ത് ചെയ്യുകയാണ്? യൂണിഫോമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സർഫസിൽ കുറച്ച് അങ്ങനെയില്ല. ഇനി നമ്മൾ ഈ പറഞ്ഞ മഷിയും ചോക്കും എടുത്തല്ലോ, അവിടെ കളറിങ് മെറ്റീരിയൽ സർഫസിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ ആ വാട്ടർ, ആ സോൾവെൻ്റ് ഉള്ളിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവിടെ സർഫസിൽ അഡ്സോർപ്ഷൻ നടക്കുന്നു, അതേസമയം സോൾവെൻറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കും. നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കും. അപ്പോൾ നമ്മൾ ഒറ്റ ടേം ഉപയോഗിക്കുന്നു, സോപ്ഷൻ. സോപ്ഷൻ ഈസ് ടേക്സ് പ്ലേസ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് കാരണം അവിടെ സോപ്ഷൻ എന്ന് പറയാൻ കാരണം അവിടെ അഡ്സോർപ്ഷനും ഉണ്ട്, അബ്സോർപ്ഷനും ഉണ്ട്. ഇപ്പോൾ the difference between adsorption and absorption. Adsorption, the substance is concentrated at the surface and does not penetrate through the surface to the bulk of the adsorbent. While in absorption, the substance is uniformly distributed throughout the bulk of the solid. ഇനി ഈ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് സർഫസിൽ നിന്നും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസോർപ്ഷൻ. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് ഈസ് കാൾഡ് ഡിസോർപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ 4 ടേമുകൾ പരിചയപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞതാണ് അഡ്സോർപ്ഷൻ. The substance is concentrated only at the surface and does not penetrate through the surface into the bulk of the adsorbent. Absorption. The substance is uniformly distributed throughout the bulk of the solid. If both adsorption and absorption takes place, then it is described by the term sorption. The removal of adsorbate from the surface of the adsorbent is called desorption. The substance which is concentrated on the surface is called adsorbate, and surface on which adsorption takes place is called adsorbent. Then mechanism of adsorption. നമ്മൾ പറഞ്ഞു സർഫസിൽ ആണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. എന്തുകൊണ്ട് ഈ സർഫസിൽ അഡ്സോർപ്ഷൻ നടക്കുന്നു? അപ്പോൾ അതിൻ്റെ കാരണം നമ്മളൊരു അഡ്സോർബൻ്റ് എടുത്താൽ അതിൻ്റെ സർഫസ് പാർട്ടിക്കിളും
ബൾക്ക് ഇൻസൈഡ് ദ ബൾക്കിലുള്ള പാർട്ടിക്കിളിൻ്റെയും എൻവയോൺമെൻറ്റ് ഡിഫറൻ്റ് ആണ്. അതായത് ഉള്ളിലുള്ള പാർട്ടിക്കിൾ ബാലൻസ്ഡ് ആണ്. ഇൻസൈഡ് ദ അബ്സോർബൻറ്റ് all the forces acting between the particles are mutually balanced. അതായത് നമ്മളിപ്പോൾ ഉള്ളിലുള്ള ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താൽ അതിന് മുകളിലോട്ട് വലിക്കാൻ പാർട്ടിക്കിൾസ് ഉണ്ടാകും, താഴോട്ട് വലിക്കാൻ പാർട്ടിക്കിൾസ് ഉണ്ടാകും, ടു ആൻഡ് ഫ്രോ സൈഡിൽ രണ്ട് സൈഡിൽ. അതായത് ആ പാർട്ടിക്കിൾ ബാലൻസ്ഡ് ആണ്. പക്ഷെ നമ്മൾ സർഫസിലെ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ സർഫസിൻ്റെ മുകളിൽ വേറെ പാർട്ടിക്കിൾസ് ഇല്ല. ഒരു സോളിഡിൻ്റെ സർഫസ് എടുത്താൽ അതിൻ്റെ മുകളിൽ ഗ്യാസ് എന്നുള്ളതല്ല, ആ സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് ഇല്ല അല്ലേ. സോ on the surface the particles are not surrounded by atoms or molecules of their kind on all sides. അതിൻ്റെ തന്നെ ആറ്റംസ് എല്ലാ സൈഡിലും ഇല്ല, 3 സൈഡിലേ ഉള്ളൂ. 2 സൈഡിലും താഴോട്ടും മുകളിലോട്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് ഇല്ല, സർഫസാണ്. അപ്പോൾ ആ സർഫസിൽ they possess അൺബാലൻസ്ഡ് ഓർ റെസിഡുവൽ അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം അതിൻ്റെ മുകളിലോട്ട് അതിനെ അട്രാക്റ്റ് ചെയ്യാൻ അതിൻ്റെ അതേപോലെയുള്ള പാർട്ടിക്കിൾസ് ഇല്ല. സെയിം കൈൻഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അതിൻ്റെ സർഫസിൽ മുകളിലോട്ടില്ല, 3 സൈഡിലേ ഉള്ളൂ. അപ്പോൾ ആ സർഫസിൽ അൺബാലൻസ്ഡ് ആണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സസ് ആണ് responsible for attracting the adsorbate particle on the surface. So the unbalanced or residual forces on the surface of the adsorbent are responsible for attracting the adsorbate particles on its surface. The particles inside an adsorbent experience balanced force as there are particles all around it. ഉള്ളിലുള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്താൽ അതിന് ചുറ്റും സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ബാലൻസ്ഡ് ആണ്. ബട്ട് ദ ഫോഴ്സ് ഓൺ ദ സർഫസ് ഈസ് നോട്ട് ബാലൻസ്ഡ് ആസ് ദർ ഈസ് നോ പാർട്ടിക്കിൾസ് ഓൺ വൺ സൈഡ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഒരു സൈഡിൽ അതല്ല അതിൻ്റെ ഒരു സൈഡിൽ എന്തില്ല, അതിൻ്റെ തന്നെ പാർട്ടിക്കിൾസ് ഇല്ല. And this unbalanced force is responsible for adsorption. The particles inside an adsorbent experience balanced force, but the force on the surface is not balanced as there is no particles on one side of it. And this unbalanced force is responsible for adsorption. The unbalanced or residual forces on the surface of an adsorbent is responsible for adsorption. ഇനി നോക്കുക, ഇപ്പോൾ ഒരു സോളിഡ് ഗ്യാസിനെയാണ് അഡ്സോർബ് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ ഫോം ചെയ്യുകയാണ്. ഒന്നുകിൽ ഒരു വീക്ക് ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ട് ആയിരിക്കാം. അഥവാ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ആകാം. എന്തായാലും അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ്. Therefore, a decrease in residual force of the surface. സർഫസിലുള്ള റെസിഡുവൽ ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, കുറയുകയാണ്. കാരണം നേരത്തെ അവർക്ക് ആർക്കും അട്രാക്ട് ചെയ്യാനില്ലായിരുന്നു, അൺബാലൻസ്ഡ് ആയിരുന്നു. നമ്മൾ അഡ്സോർബേറ്റ് വരുമ്പോൾ അവിടെ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കും തോറും ആ റെസിഡുവൽ ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്യുവാണ് അല്ലേ. റെസിഡുവൽ ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, കുറയുവാണ്. ദാറ്റ് മീൻസ് സർഫസ് എനർജി ഡിക്രീസ് ചെയ്യുവാണ്. ദർ ഈസ് ഡിക്രീസ് ഇൻ സർഫസ് എനർജി വിച്ച് അപ്പിയേഴ്സ് ആസ് ഹീറ്റ്. ആ ഡിക്രീസ് ഇൻ എനർജി ഹീറ്റ് ആയിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾവേസ് എക്സോതെർമിക് ആൻഡ് അഡ്സോർപ്ഷൻ ഈസ് always exothermic. That means enthalpy of adsorption delta H is always negative. അപ്പോൾ മനസ്സിലായല്ലോ, അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ റെസിഡുവൽ ഫോഴ്സ് സർഫസിലുള്ള റെസിഡുവൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ സർഫസ് എനർജി വിച്ച് അപ്പിയേഴ്സ് ആസ് ഹീറ്റ്. Therefore, adsorption is an exothermic process. In other words, delta H, enthalpy of adsorption, is always negative. ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കാതെ നമുക്ക് പറയാം, ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ദർ ഈസ് എ ഡിക്രീസ് ഇൻ സർഫസ് എനർജി. ദാറ്റ് മീൻസ്
Adsorption is always exothermic, therefore delta H is always negative. ഇനി നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിനെ അറിയാം. അവർ കംപ്ലീറ്റ് ഫ്രീഡമാണ്, മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡമാണ്, ഹൈലി ഡിസോർഡേർഡ് ആണ്. ഡിഗ്രി ഓഫ് ഡിസോർഡറിനെ പറയുന്ന പേരാണ് എൻട്രോപ്പി. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എൻട്രോപ്പി വളരെ കൂടുതലാണ്, അത് ഹൈലി ഡിസോർഡർ ആണ്. അങ്ങനെയുള്ള ഗ്യാസ് മോളിക്യൂൾ ഒരു സോളിഡിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുമ്പോൾ, അവിടെ പോയി അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് പോയി. അത് പിന്നെ ഡിസോർഡർ കുറഞ്ഞു, അതവിടെ ഓർഡറായിട്ട് അട്രാക്റ്റ് ചെയ്ത് വച്ചേക്കുവാണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ബിക്കംസ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ എന്ത് പറ്റും? എൻട്രോപ്പി കുറയും അല്ലേ? ദാറ്റ് മീൻസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. അപ്പോൾ when a gas molecule is adsorbed, freedom of movement of the molecules become restricted. That means the entropy of gas molecule decreases. That is delta S is negative. ഇത് രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ സർഫസ് എനർജി ഡിക്രീസ് ചെയ്യുന്നു, that appears as heat. That means it is an exothermic process. Therefore delta H is always negative. ഇനി ഒരു ഗ്യാസ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറയുവാണ്. ദാറ്റ് മീൻസ് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച തെർമോഡൈനാമിക്സിൽ പഠിച്ചതാണ്, ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ്, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ സ്വയം നടക്കണമെങ്കിൽ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ് ആകണം. അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലാണ് അവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നത്, സ്വയം നടക്കുന്നത് അല്ലേ? അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ നമ്മൾ പഠിച്ചു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് പഠിച്ചു. ഡെൽറ്റ എസും നെഗറ്റീവാണ്, എൻട്രോപ്പിയും നെഗറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻട്രോപ്പി ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ ഈ മൈനസ് ടി ഡെൽറ്റ എസ് ഇത് നെഗറ്റീവ് ആകുന്നു, ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? പോസിറ്റീവ് ആകും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ ഒരു കാര്യമേ പറ്റത്തുള്ളൂ, എന്തുവാണ്? ഡെൽറ്റ എച്ച് ഈസ് മോർ നെഗറ്റീവ് അല്ലേ, ആസ് മൈനസ് ടി ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആകും. എന്തുകൊണ്ടാണ് ഈ മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുന്നത്? നമ്മുടെ എൻട്രോപ്പി നെഗറ്റീവ് ആകും. എൻട്രോപ്പി നെഗറ്റീവ് ആകുമ്പോൾ ഈ ടേം പോസിറ്റീവ് ആകും. അപ്പോൾ പിന്നെ ഡെൽറ്റ ജി നെഗറ്റീവ് ആകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഡെൽറ്റ എച്ച് ബിക്കംസ് ഹൈ നെഗറ്റീവ് വാല്യൂ ആസ് ദി മൈനസ് ടി ഡെൽറ്റ എസ് ഇസ് പോസിറ്റീവ് അല്ലേ? ഇനി അഡ്സോർപ്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ദീസ് ടു ഫാക്ടേഴ്സ് മേക്ക് ഡെൽറ്റ ജി നെഗറ്റീവ്. അപ്പോൾ ഇനി അഡ്സോർപ്ഷൻ പ്രൊസീഡ് ചെയ്യുവാണ്, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ സർഫസ് എനർജി എന്ത് ചെയ്യുവാണ്? കുറഞ്ഞു വരുവാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം കൂടുതൽ ഡെൽറ്റ എച്ച് മോർ നെഗറ്റീവ് ആവും. അഡ്സോർപ്ഷൻ നടന്ന് വരുമ്പോൾ സർഫസ് എനർജി കുറയുന്നു, അതിനനുസരിച്ച് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താകും? ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു T delta S and delta G becomes 0. At this state equilibrium is attained. So delta G equal to delta H minus T delta S. Delta G can be negative if delta H has high negative value as minus T delta S is positive. Then as the adsorption proceeds, delta H becomes less and less negative. Ultimately delta H becomes equal to T delta S and delta G becomes 0. At this state equilibrium is attained. So നമ്മുടെ ഒന്നുകൂടി നമുക്ക് ആ ടേംസിലോട്ടൊന്ന് പോകാം. സർഫസ് കെമിസ്ട്രി അല്ലേ? സർഫസ് കെമിസ്ട്രി deals with the phenomena that occur at the surface or interface. ഈ ചാപ്റ്ററിൽ നമ്മൾ 3 മെയിൻ ഫിനോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അഡ്സോർപ്ഷൻ, കൊളോയിഡ്സ് ആൻഡ് കറ്റാലിസിസ്. Then what is meant by adsorption? The accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed as adsorption.
the molecular species or substance which concentrate or accumulate at the surface is termed adsorbate, and the surface on which the adsorption takes place is called adsorbent. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് ആണ് അഡ്സോർപ്ഷൻ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. The difference between adsorption and absorption. Adsorption, the surface is concentrated only at the surface and not penetrate into the bulk of the adsorbent, while in absorption the substance is uniformly distributed throughout the bulk of the solid. Then sometimes adsorption and absorption takes place simultaneously, then we use the term sorption. The removal of adsorbate from the surface of an adsorbent is called desorption. The mechanism of adsorption ആണ് the unbalanced or residual forces on the surface of an adsorbent responsible for adsorption. Then the adsorption is always an exothermic process because during adsorption surface energy decreases. The delta H is equal to negative. When gas molecules are adsorbed on a solid surface, its degree of freedom decreases, that is entropy is negative. Then for adsorption to be spontaneous, delta G value should be negative. Delta G can be negative if delta H has sufficiently high negative value as minus T delta S is positive, and as the adsorption process proceeds, delta H becomes less and less negative. The value less negative ആയിട്ട് വരുന്നു. Ultimately that delta H becomes equal to T delta S and delta G becomes 0. At this stage equilibrium is attained. This is the introduction of adsorption.